ഈ ശ്രീപത്മനാഭൻ്റെ വിഗ്രഹത്തിനൊരു പ്രത്യേകതയുണ്ട്. ഇതിൻ്റെ പിറകുവശം ശിവലിംഗത്തെ പിളർന്നുകൊണ്ട് വരുന്ന ഒരു നടരാജനാണ്. നമുക്കിന്ന് ക്യാമറയിൽ പകർത്താനേ പറ്റുള്ളൂ. ഇതുപോലെ വരച്ചെടുക്കാൻ പോലും നമുക്കൊരു പക്ഷേ സാധിച്ചെന്ന് വരില്ല. ഈ മുറിയിൽ നമ്മൾ കാണുന്നത് ചോള കാലഘട്ടത്തിലെ ബ്രോൺസിൽ തീർത്ത സ്കൾപ്ചേഴ്സാണ്, അല്ലെങ്കിൽ വിഗ്രഹങ്ങളാണ്. നമ്മൾ ആരാധിക്കുന്ന ഗണപതിയുണ്ട്, എല്ലാം ഗണപതി വിഗ്രഹങ്ങളാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ദേവിയെ കാണാം, ശ്രീപത്മനാഭനെ കാണാം, മഹാവിഷ്ണുവിനെ കാണാം. ഈ ശ്രീപത്മനാഭൻ്റെ വിഗ്രഹത്തിനൊരു പ്രത്യേകതയുണ്ട്. ഇതിൻ്റെ പിറകുവശം ഇതേപോലെയാണ്, സമാനമായിട്ടുള്ള ഒരു രൂപമാണ്. അത് കാണാനായിട്ട് ഇരിക്കുന്ന മഹാവിഷ്ണുവാണ്. അപ്പോൾ അത് കാണാനായിട്ട് പിറകെ ഒരു മിറർ വെച്ചിട്ടുണ്ട്. അതിൽ നമുക്കിതിൻ്റെ പ്രതിഫലനത്തിലൂടെ അത് ഇമേജ് പ്രതിഫലിക്കുമ്പോൾ ഈ പാനൽ, പിറകെയുള്ള പാനൽ നമുക്ക് കാണാൻ പറ്റും. ഇരിക്കുന്ന മഹാവിഷ്ണുവാണ്. ഇതിപ്പോൾ ശയിക്കുന്ന മഹാവിഷ്ണുവാണെങ്കിൽ അത് ഉപവിഷ്ടനായിരിക്കുന്ന, അനന്തനിൽ ഉപവിഷ്ടനായിരിക്കുന്ന മഹാവിഷ്ണുവാണ് പിറകെ നമ്മൾ കാണുന്നത്. ഇവിടെ ഹനുമാനുണ്ട്, നരസിംഹമൂർത്തിയുണ്ട്, മഹാവിഷ്ണുവുണ്ട്. മനോഹരമായ രൂപങ്ങളാണ് നമുക്കിവിടെ. ശ്രീരാമനുണ്ട്, ലക്ഷ്മിയുണ്ട്, സത്യഭാമയുണ്ട്. അന്നത്തെ കാലത്തൊക്കെ ഈ ക്ഷേത്രത്തിൽ മൂലബിംബം പ്രതിഷ്ഠിച്ചിരിക്കും. ആ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ബിംബത്തെ നമുക്ക് ഒരു ഉത്സവം വരുമ്പോഴോ എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ നമുക്ക് പുറത്ത് എഴുന്നള്ളിക്കാൻ പറ്റില്ല, അത് ഉറപ്പിച്ചിരിക്കുകയല്ലേ. അതുകൊണ്ടാണ് ഇത്തരം ശീവേലി ബിംബങ്ങളോ അല്ലെങ്കിൽ ലോഹത്തിൽ നിർമ്മിച്ച കൊണ്ടുപോകാൻ സാധിക്കുന്ന വിഗ്രഹങ്ങളെ നമ്മൾ, അല്ലെങ്കിൽ അങ്ങനെ ഒരു സമ്പ്രദായം അങ്ങനെ ആയിരിക്കാം വന്നിരിക്കുന്നത്. അപ്പോൾ ഈ വിഗ്രഹങ്ങളൊക്കെ ഒരു ഉത്സവത്തിന്, ഘോഷയാത്രയ്ക്കൊക്കെ അകത്ത് മൂലബിംബം കാണും, നമുക്കതിന് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇത്തരം ശിവേലി ബിംബങ്ങൾ ആയിരിക്കണം, അല്ലെങ്കിൽ ഇത്തരം വിഗ്രഹങ്ങളെ തയ്യാറാക്കുന്നതോ അല്ലെങ്കിൽ ഒരു രൂപകൽപ്പന ചെയ്യുന്നത് ഒരു പക്ഷേ അതിനായിരിക്കണം. ആ കാല്, കൈ, നഖം, വിരൽ ഒക്കെ വളരെ നന്നായിട്ട് കാണാം. കാല് കണ്ടാൽ ഈ നോക്കൂ, അത് ഈ ഇദ്ദേഹത്തിൻ്റെ ഈ രണ്ടാമത്തെ സത്യഭാമ, അവരൊക്കെ പാദങ്ങൾ നോക്കൂ. ആ പാദങ്ങളിൽ, ആ വിരലിലെ നഖം വരെ നമുക്ക് കാണാൻ പറ്റും. അത്രയ്ക്കും ഭംഗിയായിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്. അത് അറിയപ്പെടാത്ത കലാകാരൻ, മുഖം നമുക്കറിയില്ല, ഏതോ ഒരു കലാകാരൻ്റെ സംഭാവനയാണിത്. നമുക്കിന്ന് ക്യാമറയിൽ പകർത്താനേ പറ്റുള്ളൂ. ഇതുപോലെ വരച്ചെടുക്കാൻ പോലും നമുക്കൊരു പക്ഷേ സാധിച്ചെന്ന് വരില്ല. അത്രയും മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നടരാജൻ്റെ ഒരു ബിംബമുണ്ട്. ഇത് കലികാലമൂർത്തി എന്നാണ് പറയുന്നത്. ശിവലിംഗത്തെ പിളർന്നുകൊണ്ട് വരുന്ന ഒരു നടരാജനാണ്. കയ്യിൽ മാനുണ്ട്, ശൂലമുണ്ട്, ഉടുക്കുണ്ട്, എല്ലാം നമുക്കിതിൽ കാണാൻ പറ്റും. കൈകാലൊക്കെ നേർത്തിരിക്കുന്ന ഒരു വളരെ സ്ലിമ്മാണ്. എത്ര ഭംഗിയാണ് ഇത്.